ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒത്തിരി സന്തോഷത്തിൽ തുടങ്ങാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ഇന്ന് കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ നോക്കുന്ന സമയത്ത് ഒരാൾ നീണ്ട യാത്രയ്ക്ക് ശേഷം വത്തിക്കാനിൽ നിന്നും ധ്യാനം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ മധു അങ്കിൾ വെൽക്കം ബാക്ക്. MJ അങ്കിൾ വെൽക്കം. ആര്യ ചേച്ചി വെൽക്കം. മധു അങ്കിൾ, ധ്യാനത്തെ പറ്റി പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു മധുങ്ങളുടെ ധ്യാനം? നല്ല ധ്യാനമായിരുന്നു. ആണോ? അതെ. ഇനി ഇടയ്ക്കിടയ്ക്ക് പോവാൻ ചാൻസ് ഉണ്ടോ? അതെ, ഇപ്രാവശ്യം മലേഷ്യയിലായിരുന്നു ധ്യാനം. ദുബായിലും അതെ. പക്ഷെ ഇവിടെ കുട്ടികളുടെ അടുത്ത് വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മധുങ്ങൾ അത് MJ പോയി ആഫ്രിക്കയില്. ഞാൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ സന്ദർശിക്കുകയുണ്ടായി മലേഷ്യ പോയപ്പോൾ. എന്റെ ജ്യേഷ്ഠനെ കണ്ടിട്ടാണ്. അദ്ദേഹം അവിടെ വലിയൊരു നേരത്തെ സീമെൻസിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഞാൻ ഈ അടുത്ത് നല്ലൊരു ഗുരുവായൂരപ്പന്റെ പാട്ട് അദ്ദേഹം തന്നെ രചന നിർവഹിച്ച് സംഗീതം ചെയ്ത നല്ല ഗുരുവായൂരപ്പന്റെ ഒരു പാട്ട് എനിക്ക് പാടാൻ ഈ അടുത്ത് സാധിച്ചു. അപ്പോൾ അദ്ദേഹം ഇനിയും പാട്ടുകൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സംഗീതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വത്തിക്കാനിൽ നിന്ന് സ്ട്രൈറ്റ് കൊല്ലംപൂർ ഫ്ലൈറ്റ് ആയിരുന്നു. എന്നിട്ട് MJ ഞങ്ങളുടെ ചേട്ടനെ കണ്ടു. MJ ഞങ്ങളുടെ ചേട്ടന്റെ പേര് പ്രകാശ് ചന്ദ്രൻ. പ്രകാശ് ചന്ദ്രൻ. ചേട്ടൻ വലിയൊരു സംഗീതജ്ഞനാണ്. ഞാനൊന്നും ഒന്നുമല്ല. പിന്നെ ചേട്ടൻ എഞ്ചിനീയറിംഗ് ലൈനിൽ പോയതുകൊണ്ട് മാത്രമാണ് അത് എന്തുകൊണ്ടോ മാറി MJ ചന്ദ്രൻ എന്ന് പേരിട്ട്. അത് വിനയ ചന്ദ്രൻ എന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഇന്ന് ഒത്തിരി വർത്താനം പറയാനുണ്ട് നമുക്ക്, കൂടെ ഒത്തിരി പാട്ട് കേൾക്കാനുണ്ട്, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. തുടങ്ങിയല്ലോ നമുക്ക്. റെഡിയല്ലേ കൂട്ടുകാർ 3 പേരും? റെഡി. ഓക്കെ. ഒരു ഡുവറ്റ് പെർഫോമൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. നമ്മുടെ ജനീലിയ കുട്ടിയും ഗൗരി നന്ദക്കുട്ടിയും എത്താണ് ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. ഗൗരി നന്ദക്കുട്ടിയുടെ ഒരു പാട്ട് നമ്മൾ കേട്ടു. രണ്ടാമത്തെ സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റെഡി അല്ലേ 3 പേരും? ഈ പാട്ട് ഏതാ പാടാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പൊ ആര്യ ചേച്ചി കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജനീലിയ കുട്ടി ആൻഡ് ഗൗരി കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ഒരുപോലെ ഇരിക്കുന്നു, മുടി മാത്രം വ്യത്യാസം. ഒരാളെ ചുരുണ്ട മുടി, ഒരാളെ സ്ട്രെയിറ്റ് മുടി. രണ്ടുപേരും നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. അല്ല, പിന്നെ ഒരാള് സൗദിയിൽ നിന്ന്, ഒരാള് ദുബായിൽ നിന്ന്, അബുദാബി. രണ്ട് ഗൾഫ് സിംഗേഴ്സാ പാടാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നന്നായിട്ട് പാടിക്കോ. റഹ്മാൻ അധികം സംസാരിക്കണ്ട, എനിക്ക് ഈ പാട്ട് കേൾക്കണം. എനിക്ക് ഈ പാട്ട് വേഗം ഡീറ്റെയിൽസ് പറഞ്ഞു. ആര്യ ചേച്ചിക്ക് പാട്ട് വർഷം 2007. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് ചിത്രാമ, സുജാത ചേച്ചി, സംഗീത ചേച്ചി. സംഗീത ചേച്ചി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, നമ്മളെ വിട്ടുപോയി. സംഗീത എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, ഒരു അസാമാന്യ കലാകാരിയായിരുന്നു. സംഗീതം ഓർക്കാം നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. धुम 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 धुम
നൈസ് നൈസ് നൈസ്. അപ്പോ ഗൾഫ് സിസ്റ്റേഴ്സ് അപ്പോൾ നന്നായിട്ട് പാടി, പല ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മാർക്ക് 96.25 ഔട്ട് ഓഫ് 100. ഇപ്പൊ പ്രസഹോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആ പേര് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഇനി വിളിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരും അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്ന അല്ലേ? അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.